നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മുടെ വാര്യരുടെ സ്വഭാവ വൈകൃതങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അത് കൃത്യമായിട്ട് മാന്യ പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷെ എന്നിരുന്നാലും പലരും എൻ്റെ അടുത്ത് അതിന് കൃത്യമായിട്ട് തെളിവായിട്ട് വീഡിയോ ഉണ്ടോ, വേറെ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും എന്നെ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, അതിന്റെ വീഡിയോ തെളിവ് നമ്മൾ കൃത്യമായിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം കിട്ടുന്നതിനനുസരിച്ച് പച്ചയ്ക്ക് പുറത്തു വിടുക തന്നെ ചെയ്യും. കാരണം ഇവനെ പോലത്തെ ഉള്ള ഒരു വീട്ടിൽ കയറ്റാൻ പറ്റാത്ത, സ്ത്രീ ജനങ്ങളുള്ള വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ജന്തു. അതായത് ഇവൻ വലിയ സംഭവമാണ്, ഇവൻ വലിയ വാര്യനാണ്, എന്തോ കൊണാണ്ടറാണ്, ഇവൻ വലിയ രാഷ്ട്രീയ നേതാവാണെന്ന ധാരണ വെച്ചുകൊണ്ട് ഇവന് താഴെയുള്ള, അതായത് ഇവൻ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് താഴെയുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഇവന്റെ കാമം തീർക്കാൻ വേണ്ടി കിട്ടണം, കാമകേളികൾക്ക് കിട്ടണം എന്ന ചിന്തയുള്ള ഈ ശുദ്ധ ഡാഷ് മോനെ, ഡാഷ് എന്നിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം, ഇവനെ അതേ ഭാഷയിൽ തന്നെ വേണം നമ്മൾ വിളിക്കാൻ. കാരണം ഞാനിവിടെ തെറി ഉപയോഗിക്കുന്നില്ല. ഈ ഡാഷ് മോനെ കൃത്യമായിട്ട് നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണം. കഴിഞ്ഞ ദിവസം ഈ ഡാഷ്മാൻ പറയുകയുണ്ടായി, വാര്യർ ഡാഷ്മാൻ പറഞ്ഞു, അതായത് ഇപ്പോ ഇവനെ ആക്കി മാറ്റിയ സംഘടനയിലെ പ്രധാനപ്പെട്ട കുറെ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ ഈ ഞാൻ മാറി വന്ന ഈ സംഘടനയിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് കേട്ടു. പക്ഷെ അതിനുള്ള ഉത്തരം കൃത്യമായിട്ടും അതാത് വ്യക്തികൾ കൊടുക്കുക തന്നെ ചെയ്തു. കാരണം വാര്യർ എന്ന് പറയുന്ന ഈ ചങ്ങാതിയുടെ തന്ത വാര്യർ ഇല്ലാത്ത സമയം നോക്കി, എനിക്ക് തോന്നുന്നു നമ്മുടെ വാര്യരുടെ തന്ത കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നും. ആ ഇല്ലാത്ത സമയം നോക്കി ഏതെങ്കിലും മദ്രസ പൊട്ടന്മാർ, അതല്ലെങ്കിൽ മുസ്ലിം ഭീകര ജിഹാദികൾ, പോപ്പുലർ ഫണ്ടുകാർക്ക് ഉണ്ടായതാണോ ഇവൻ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. ആ രീതിയിലാണ് ഇവന്റെ അച്ഛൻ എന്ന അഭിമാനത്തോടെ പറയുന്ന ആ മനുഷ്യനോട് പോലും ചെയ്തിട്ടുള്ളത്. കാരണം നിമിഷങ്ങൾക്കുള്ളിൽ നിലപാട് മാറ്റുക, താൻ അതുവരെ ഭക്ഷിച്ചതെല്ലാം ഛർദ്ദിച്ചുകൊണ്ട് ആ ഛർദിൽ വീണ്ടും വാരി തിന്നുക, ഇസ്ലാമിക ഭീകരന്മാരുടെ അമേധ്യം വാരി തിന്നുക, ആ രീതിയിലേക്ക് അവൻ കാട്ടിക്കൂട്ടുന്ന ശുദ്ധ ഭോഷ്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രമേശ് എന്ന് പറയുന്ന നമ്മുടെ മുതിർന്ന നേതാവ്, അദ്ദേഹം കൃത്യമായിട്ടും ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ മറുപടി നമ്മൾക്കൊന്ന് കേട്ടിട്ട് ഇപ്പൊ വരാം. MT രമേശ് സാറിന്റെ ആ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം. അഭ്യൂഹങ്ങൾ താല്പര്യമുള്ള ആൾക്കാരെ പ്രചരിപ്പിക്കുന്നതല്ലേ, നാഥനില്ലാത്ത ഓരോ കാര്യങ്ങൾക്ക് ഞാനെന്ത് മറുപടി പറയാനാ? അങ്ങനെ BJP-യുടെ നേതാക്കന്മാര്, BJP പ്രവർത്തകന്മാര് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ലാഭണം നോക്കി നടക്കുന്ന ആളുകളല്ല. അപ്പൊ അതിലൊക്കെ ഓരോരോ സ്ഥാപിത താല്പര്യക്കാരുണ്ടാക്കുന്ന വാർത്തയാണ്. അതിലൊന്നും യാതൊരു കാര്യമില്ല. ഞാന് 10ാമത്തെ വയസ്സിൽ RSSന്റെ ശാഖയിൽ പോയി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് തോന്നിയാൽ എനിക്ക് തിരിച്ചു പോകാനും പ്രവർത്തിക്കാനും നല്ലൊരു സംഘടനയുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യം ഓർത്ത് ആരും വേവലാതിപ്പെടണ്ട. ഈ സന്ദീപ് വാര്യർ പോയതിനു ശേഷം പാലക്കാട് കൗൺസിലർമാർ അടക്കം നോക്കൂ, ഇതിൽ കൃത്യമായിട്ടും ഇദ്ദേഹം ഓരോ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതായത് ഞാനിവിടെ 10 വയസ്സ് മുതൽ RSS എന്ന് പറയുന്ന എന്റെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അഥവാ രാഷ്ട്രീയം മടുത്തുകൊണ്ട് എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തോട് താല്പര്യം പോയി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ വേണ്ടി എന്റെ RSS എന്ന് പറയുന്ന എന്റെ മാതൃസംഘടന കൃത്യമായിട്ടുണ്ട് എന്ന് അക്ഷരം തെറ്റാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഈ വാര്യർ ഇയാളാക്കി മാറ്റിയ സംഘടന വിട്ടുകൊണ്ട് പുറത്തു വന്ന സമയത്ത്, അതല്ലെങ്കിൽ അതിനെ നഖശികാന്തം പച്ചയ്ക്ക് അയാളുടെ വൃത്തികേടുകൾ മറച്ചു വെക്കാൻ എന്ന രീതിയിൽ തന്നെ പച്ചയ്ക്ക് ഓരോന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ അമ്മ മരിച്ചപ്പോ അതാക്കിയില്ല, എന്റെ ഇങ്ങോട്ടാക്കിയില്ല എന്ന് പറഞ്ഞ് നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന സമയത്തും ഇവനെ ഇഷ്ടപ്പെടുന്ന, ഇവനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരുപാട് ആളുകളും കരുതിയതെന്തായിരുന്നു, ഇവൻ താൽക്കാലികമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, മറ്റൊന്നും ഇവൻ ചെയ്യില്ല എന്നതായിരുന്നു ധാരണ. പക്ഷെ ഇവന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഇന്നിപ്പോൾ ആരാണ് യഥാർത്ഥത്തിലുള്ള അച്ഛനെന്ന് ഇവന് പോലും അറിയാത്ത രീതിയിലേക്ക് ഇവന്റെ ക്യാരക്ടർ മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും MT രമേശ് സാർ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, നോക്കാം. അത്തരത്തിൽ MT രമേശ് സാർ പറഞ്ഞ പോലെ, എനിക്ക് അഥവാ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാലും എനിക്ക് എന്റെ മാതൃസംഘടന RSSലേക്ക് സുഖമായിട്ട് പോയി അതിൽ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവൻ ഈ പറയുന്ന വാര്യർ വലിയ ഡയലോഗ് അടിക്കുന്ന ഒരാളാണല്ലോ. അയാൾ എപ്പോഴും പറയുന്നതാണ്, ഞാൻ സംഘത്തിലൂടെ വളർന്നു വന്നതാണ്, എന്റെ അമ്മാവൻ മറ്റേ സംഘമാണ്, ഈ സംഘമാണ്, എന്റെ അമ്മയാണ് സംഘത്തിന് ഭൂമി കൊടുത്തത് ശാഖയ്ക്ക് എന്നൊക്കെ
പച്ച നുണയാണ് ഈ ശുദ്ധ ഡാഷ്മോൻ പറഞ്ഞിരിക്കുന്നത്. അവന്റെ അമ്മ അങ്ങനെ സ്ഥലവും കൊടുത്തിട്ടില്ല. അവന്റെ അമ്മ വല്ല ശാഖയുടെ അടുത്തും വല്ല വെളിക്കിരിക്കാനും പോയോ എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു സംഘത്തിന്റെ ആദർശമുള്ള ഒരുത്തനും ഇത്തരത്തിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോവില്ല എന്നിരിക്കെ ഇവന്റെ പിതൃത്വത്തെ പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ MT രമേശ് സാർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, എനിക്ക് പോവാൻ ഇഷ്ടം പോലെ സ്പേസുകളുണ്ട് RSS എന്ന് പറയുന്ന സംഘടനയിൽ. അതുപോലെ ഈ വാര്യർ പോയിരുന്നുവെങ്കിൽ അയാളുടെ ഇന്നത്തെ ആ ഇമേജ് എത്ര ഉയർന്ന തലത്തിൽ പവിത്രമായിരിക്കും, പരിശുദ്ധമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും അത് തന്നെയല്ലേ. ഇനി രമേശ് സാർ പറയുന്ന ബാക്കിയൂടെ കേൾക്കാം. അതിനൊപ്പമാണ് താങ്കളുടെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നത്. ഒരു കൗൺസിലറും പോയിട്ടില്ലല്ലോ. പാലക്കാട് കഴിഞ്ഞ 10-30 വർഷമായിട്ട് ആ മുനിസിപ്പാലിറ്റിക്കകത്ത് ഞങ്ങൾ മത്സരിച്ച് ജയിക്കുകയാണ്. അവിടുത്തെ കൗൺസിലർമാരെല്ലാം പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഒരു സീറ്റിന് വേണ്ടി എന്തെങ്കിലും നിലപാടെടുക്കുന്നവരല്ല. അവരൊക്കെ പാർട്ടിയുടെ 100% കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ്. സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരായതുകൊണ്ടാണ് അവർക്ക് പാർട്ടി അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അവരാരും എവിടെയും പോകാൻ പോകുന്നില്ല. അവരൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് ഇപ്പോഴും ഉണ്ട്, ഈ നിമിഷവും ഉണ്ട്. പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ താങ്കൾ അടക്കമുള്ള ആളുകൾ അസന്തുഷ്ടരാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. ഞാൻ പറയും ഇതൊക്കെ വെറുതെ ആരുടെയും പേരല്ല, അനാഥമായ വാർത്തകൾ. അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. എനിക്ക് ഏതായാലും ഒരു അസംതൃപ്തിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രീതി BJPയുടെ ഘടകം ഇതുവരെ ചർച്ചയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ അവിടെ 100 കണക്കിന് പ്രവർത്തകന്മാർ. അതിൽ അസ്വസ്ഥത കൊണ്ടിട്ടുള്ള ആളുകളാണ്. പാർട്ടി മാറിയപ്പോ കോൺഗ്രസ് ചേർന്നപ്പോ എന്തൊക്കെയോ ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. ഒരു ചുക്കും ഉണ്ടായില്ല. അതിൽ അസ്വസ്ഥതയുള്ള ചില ആളുകളാണ് ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് പാലക്കാട് ജയിച്ചിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുന്നത്. അല്ല, കോൺഗ്രസ് അത് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷെ ആഗ്രഹിക്കാൻ എന്നും ആഗ്രഹിക്കാമല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടാണ്, നിലപാട് നോക്കിയിട്ടാണ്. അവിടെ BJPയുടെ BJP വോട്ട് വെക്കുന്ന നിലപാടുകൾക്കുമാണ് വോട്ട് ചെയ്യുക. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുക. അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് പല ആഗ്രഹം ഉണ്ടാകും. ഏതായാലും കോൺഗ്രസിനെ പോലെ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയല്ലല്ലോ BJP. കോൺഗ്രസ് പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നല്ലേ. BJP മത്സരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന പാലക്കാട്ടുകാരെ പേരെടുത്ത് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അത് പാലക്കാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ വോട്ട് ചെയ്യും. നോക്കൂ, ഇനി നമ്മൾ പുറത്തുവിടുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കഥാനായകൻ രൺധീർ വാര്യർ ഉണ്ടല്ലോ. നമ്മുടെ രൺധീർ വാര്യരെ കുറിച്ചാണ് ഇനി നമ്മൾക്ക് പറയാനുള്ളത്. ഈ രൺധീർ വാര്യരുടെ ഒരു വൈകൃതം പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ കഥയിലേക്ക് പുതിയ അപ്ഡേഷനുമായി രംഗത്ത് വന്നിട്ടുള്ളത് BJPയുടെ സമുന്നത നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഈ രൺധീർ വാര്യരുടെ കൃത്യമായിട്ടുള്ള സ്വഭാവ വൈകൃതം പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, വാര്യർ പാർട്ടി മാറിയ പോലെ MT രമേശും PK കൃഷ്ണദാസും B ഗോപാലകൃഷ്ണനും AN രാധാകൃഷ്ണനും പാർട്ടി മാറാൻ ധൈര്യമുണ്ടോ എന്നാണ് വാര്യരുടെ ചോദ്യം. എന്താ വാര്യരെ, കോൺഗ്രസിൽ പോയപ്പോൾ തലയ്ക്ക് വെളിവില്ലാതായോ? ഞങ്ങളൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് വാര്യരെ പോലെ ആമാശയ ആർത്തി കൊണ്ടോ അധികാര ആർത്തി കൊണ്ടോ അല്ല, അന്തസ്സുള്ള ആദർശം കൊണ്ടാണ്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ചെറ്റത്തരം ഞങ്ങൾക്കില്ല. വയനാട്ടിൽ വെച്ച് ഊളൻപാറയിലേക്ക് വാര്യർ പറഞ്ഞയച്ചവരുടെ അമേധ്യം നാവും തൊണ്ടയും തൊടാതെ ഇഷ്ടഭോജനമാക്കി ആർത്തിയിൽ വീഴുന്നത് ഒരു കസേരയ്ക്ക് വേണ്ടി ഈ അടിമപ്പണിക്ക് ഞങ്ങളെ കിട്ടില്ല. ഞങ്ങളുടെ രക്തത്തിൽ RSS പഠിപ്പിച്ച ദേശസ്നേഹത്തിന്റെ അളവ് കൂടുതലാണ്. അത് രാജ്യദ്രോഹികളുമായി മാച്ച് ചെയ്യില്ല. വാര്യരെ, താൻ കോൺഗ്രസിൽ ചേർന്നത് തന്റെ ഇഷ്ടം, തന്റെ ആർത്തി. അവിടെ കിട്ടുന്ന ഉച്ചിഷ്ടമോ എല്ലിൻ കഷ്ടമോ മേടിച്ച് ജീവിച്ചോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. വെറുതെ ഞങ്ങളുടെ മെക്കെട്ട് കേറാൻ വരരുത്. ഇനിയാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ മെക്കെട്ട് വാര്യരെ നീ കേറാൻ വന്നാൽ ഞങ്ങൾക്ക് ചിലത് പച്ചയ്ക്ക് വിളിച്ച് പറയേണ്ടി വരും. അതിന്റെ തുടക്കമായാലും അദ്ദേഹം ഇങ്ങനെ B ഗോപാലൻ സാർ പറയുന്നത്, തൃശ്ശൂരിൽ പൂങ്കുന്നം എന്റെ വീടിന് അടുത്താണ്, മറക്കരുത്. അതായത് ഈ വാര്യർ കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു.
ഇവന്റെ കാലൊടിഞ്ഞതിലെ യാഥാർത്ഥ്യം തൃശ്ശൂർക്കാരൻ കൂടിയായിട്ടുള്ള ഇദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ഈ സ്ത്രീകളുടെ അടുത്തോട്ട് അവന്റെ കാമം തീർക്കാൻ വേണ്ടി കയറി ചെന്നത് കൊണ്ട് നാട്ടുകാർ കൃത്യമായിട്ട് ഓടിച്ചിട്ടടിച്ച് ഉടുമുണ്ടല്ലാതെ അടിച്ച് ആ അടിയിൽ പറ്റിയ കാലൊടിച്ചിലാണ് ഇവന്റേത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിന്റെ സൂചനയാണ് തൃശ്ശൂരിൽ പൂങ്കുന്നം എന്റെ വീടിന് അടുത്താണ്, മറക്കരുത്. സംഘപരിവാറിന്റെ മേൽവിലാസത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് നാട് മുഴുവൻ കറങ്ങി നടന്ന് കാറ് മേടിക്കാനും കാപ്പി കുടിക്കാനും പണം ഇരന്ന് മേടിച്ച് പണിയെടുക്കാതെ ശാപ്പാട് തരമാക്കുന്ന സമീപനവും ഇനി കേൾക്കൂ. അർദ്ധരാത്രിയിൽ അശ്ലീല മെസ്സേജുകൾ അയച്ച് പലരെയും ഇക്കിളിപ്പെടുത്തുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല വാര്യരെ. കൃത്യമായിട്ടും ഇവിടെ ബി ഗോപാൽ സാർ പറയുന്നു, ഇവന് രാത്രിയായി കഴിഞ്ഞ ചില ഇക്കിളി സ്വഭാവം ഉണ്ട്. ചില നേരം ആകുമ്പോൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഇവന്റെ ശരീരത്തിലെ ചില ഭാഗം. ആ ഭാഗം അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഇവൻ ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അശ്ലീല മെസ്സേജ് അയക്കുന്ന സ്വഭാവം ഉണ്ട് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ, മുതിർന്ന BJP നേതാവാണ്. നമ്മുടെ കഥാനായകനായിട്ടുള്ള രൺധീർ വാര്യരുടെ സ്വഭാവ വൈകൃതം ഇത്ര കണ്ട ഉയർന്ന തലത്തിലുണ്ട് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ വായിക്കാം. നാട് മുഴുവൻ കറങ്ങി നടന്ന് കാറ് മേടിക്കാനും കാപ്പി കുടിക്കാനും പണം ഇരന്ന് മേടിച്ച് പണിയെടുക്കാതെ ശാപ്പാട് തരമാക്കുന്ന സമീപനവും അർദ്ധരാത്രിയിൽ അശ്ലീല മെസ്സേജുകൾ അയച്ച് പലരെയും ഇക്കിളിപ്പെടുത്തുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല വാര്യരെ. പാണക്കാട് തമ്പ്രാന്റെ പച്ചവെള്ളം ഓതിക്കുടിക്കാനും അത്താഴം ഉണ്ണാനും SDPക്കാരന്റെ കൂടെ അന്തി ഉറങ്ങാനും ഞങ്ങളെ കിട്ടില്ല വാര്യരെ. ഒരു പക്ഷേ ഞങ്ങൾക്ക് MLA ആവാൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ രാജ്യസ്നേഹം അതിന്റെ അന്തസ് കളഞ്ഞ് ഒരിക്കൽ ഛർദിച്ചത് തിന്നുന്ന അടിമപ്പണിക്ക് ഞങ്ങളെ കിട്ടില്ല വാര്യരെ. ഒന്നുകൂടി ചോദിക്കാനുണ്ട്. താൻ മുമ്പ് വീമ്പ് പറഞ്ഞ RSS പ്രചാരകൻ അമ്മാവൻ പാർട്ടി മാറാൻ ധൈര്യം കാണിച്ചുവോ ആവോ? എടോ വാര്യരെ, RSS ശാഖ നടത്താത്ത സ്ഥലം കൊടുത്തതാണ് തന്റെ അമ്മ എന്ന് താൻ വീമ്പ് പറഞ്ഞതല്ലേ? അതായത് ഇവൻ പല സമയത്തും പറഞ്ഞിട്ടുള്ള ഒരു വീമ്പുണ്ട്. RSSന് ശാഖ നടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എന്റെ അമ്മ സൗജന്യമായിട്ട് സ്ഥലം കൊടുത്തു എന്നും പച്ച നുണ പറഞ്ഞ ഈ വൃത്തികെട്ട, രാത്രിയായാൽ ചില ഭാഗങ്ങളിൽ ഈ ഉയർച്ച താഴ്ചകളൊക്കെ വരുന്ന അശ്ലീല മെസ്സേജുകൾ അയച്ച് തന്റെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾക്ക് അയക്കുന്ന ഈ വൃത്തികെട്ട സ്വഭാവമുള്ള ഇവൻ പറഞ്ഞ പച്ച നുണയാണത്. അതായത് RSS ശാഖ നടക്കാത്ത സ്ഥലമായിരുന്നു ഇവൻ പറഞ്ഞത്. അത്തരത്തിൽ ഇവൻ പച്ചയ്ക്ക് നുണ പറഞ്ഞ RSS ശാഖ നടത്താത്ത സ്ഥലം കൊടുത്തതാണ് തന്റെ അമ്മ എന്ന് താൻ വീമ്പ് പറഞ്ഞതല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കുഴിമാടത്തിൽ പോയി ആദ്യം മാപ്പ് പറയൂ, എന്നിട്ടാകാം ചന്ദ്രഹാസം വിളക്കൽ. ഇത്തരത്തിലാണ് അഡ്വക്കേറ്റ് ബി ഗോപാൽ സാർ തന്നെ ഇവന് മറുപടി കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന, എവിടെയും ഇല്ലാത്തിരുന്ന ഒരുത്തൻ, ആ ഒരുത്തനെ പൊക്കിക്കൊണ്ടുവന്ന അവനെ ഈ സമൂഹത്തിൽ എല്ലാവരും അറിയുന്ന രീതിയിലേക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവനോട്, അതായത് മാങ്ങ നമുക്ക് മാമ്പഴം തിന്നുമ്പോൾ അറിയാം, പച്ച മാമ്പഴം തിന്നുമ്പോൾ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ പഴുത്ത മാമ്പഴം ആയാലും അണ്ടിയോട് അടുക്കുമ്പോഴേ ഈ മാങ്ങയുടെ പുളി അറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത്തരത്തിൽ അണ്ടിയോട് അടുത്തപ്പോൾ ഇവനെ വ്യക്തമായിട്ട് അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി ഇവൻ സോഷ്യൽ മീഡിയയിലും അത്ര ചാനൽ ചർച്ചകളിലൂടെയൊക്കെ ജനമനസ്സിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയത് കൊണ്ട് തന്നെ ഇവന്റെ ഈ വൈകൃതങ്ങൾ തെളിവ് സഹിതം പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാണ് നാണക്കേടും മാനക്കേടും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം, പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്രയും വർഷം എന്തുകൊണ്ട് ഈ വൃത്തികെട്ടവനെ തുറന്നു കാണിച്ചില്ല എന്നുള്ളത്. നോക്കൂ, 2 വർഷക്കാലത്തോളം ഇവന് ശിക്ഷ കൊടുത്തുകൊണ്ട്, ഇവനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട്, ഇവനെ വെറും ഒരു 183 സംസ്ഥാന സമിതി അംഗമുള്ള അതിലൊരംഗമാക്കി മാറ്റിയത് ഈ പാർട്ടി തന്നെയാണ്. അതിശക്തമുള്ള നടപടിയാണ് എടുത്തത്. അത് വി മുരളീധരനോ കെ സുരേന്ദ്രനോ അല്ല, അത് കേന്ദ്രത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള കേരളത്തിന്റെ ചുമതലയുള്ള ആളുകളാണ്. അത് കൃത്യമായിട്ട് ഇവന്റെ ഈ സകലമാന വൈകൃതങ്ങളും എല്ലാവിധത്തിലുള്ള ശുദ്ധ ഈ പറയുന്ന വൃത്തികേടുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അഡ്വക്കേറ്റ് ബി ഗോപാൽ സാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഇവന്റെ രാത്രിയിലുള്ള അശ്ലീല മെസ്സേജ് അയക്കലും പിന്നെയോ ഇവന് കാമം മൂത്തുകൊണ്ട് BJP സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നാട്ടുകാരും ആ സ്ത്രീയുടെ ഭർത്താവും ഓടിച്ചിട്ടടിച്ച് കാലൊടിച്ചതും എല്ലാം ഇവർ തന്നെ പറയുന്നുണ്ട്. ഇതിൽ പരമൊരു തെളിവ് വേറെ എന്താണ് ഈ വൃത്തികെട്ടവൻ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന UDF എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോയ
ഞമ്മന്റെ വാരിയർ ഇന്നിപ്പോൾ സുഡാപ്പികളുടെയും ലീഗുകാരുടെയും ഒക്കെ അതൊക്കെ നുണഞ്ഞു നടക്കും, പലതും നുണഞ്ഞു നടക്കുന്ന, ചെരുപ്പ് നക്കി നടക്കുന്ന ഈ വാരിയർ സത്യത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനെ ഇന്നിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് BJP എന്ന് കൂടി പറയേണ്ടതുണ്ട്. ഇവൻ അതിലേക്ക് പോയത് കൊണ്ട് തന്നെ നിർജീവമായിരുന്ന BJP-ക്കാർ പോലും സജീവമായിരിക്കുന്നു. മാത്രമല്ല പാലക്കാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നിരുന്ന സകല പ്രവർത്തകരും ഒരു മെയ്യോടുകൂടി ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് അവിടെ ഏകദേശം 25,000-നടുത്ത് ഭൂരിപക്ഷത്തോടുകൂടി C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ വിജയിക്കുമെന്നുള്ള ശുഭ വിശ്വാസം അരക്കിട്ടുറപ്പിക്കാൻ ഇവൻ തന്നെയാണ് ഇന്ന് കാരണം. അതിൽ ഓരോ BJP സംഘ അണികൾക്കും അഭിമാനമുണ്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.